അങ്ങനെ മൂകാംബികയിലെത്തിയ ഞങ്ങള് റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് റീഫ്രഷ് ആയതിനു ശേഷം നേരെ പോയത് ക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ അവിടെത്തി ദർശനത്തിന് വേണ്ടി ക്യൂല് നിൽക്കുന്ന സമയത്ത് നടയടയ്ക്കലിന് മുൻപായിട്ട് ദേവിയുടെ അകത്തുള്ള വിഗ്രഹത്തെ രഥത്തിലും വെള്ളിയുടെയും തങ്കത്തിന്റെയും തേരിൽ വെച്ചിട്ട് ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം നടത്തുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ രാത്രി ദർശനത്തിന്റെ ബോണസ് തന്നെ അതായിരുന്നു. നമ്മൾ കാണാൻ വന്ന ആളെ ഇത്രയും ചൈതന്യത്തോട് കൂടിയിട്ട് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റുന്ന വേറൊരു സന്ദർഭം ഇനി കിട്ടാനുണ്ടോ? ഈ പ്രദക്ഷിണവും മറ്റു പൂജകളും കഴിഞ്ഞ് അടുത്ത നട തുറക്കുന്നത് വരെയും ഞങ്ങൾ ആ ക്യൂ തന്നെ നിന്നു. അങ്ങനെ ആ ക്യൂല് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ടു. ആ ബോർഡിൽ കൃത്യമായിട്ട് നടയടച്ച് പൂജ ചെയ്യുന്ന സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സമയമൊക്കെ നോക്കിയിട്ട് നമ്മൾ ദർശനത്തിന് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും എന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സമയമൊക്കെ മനസ്സിലാക്കിയിട്ട് ദർശനത്തിന് വേണ്ടി നിൽക്കുക. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് ക്യാമറ, മൊബൈൽ ഫോണൊക്കെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അകത്തുള്ള വീഡിയോസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. അങ്ങനെ അകത്ത് കയറിയിട്ട് നല്ല ഭംഗിയായിട്ട് തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് അവിടുത്തെ അന്നദാനത്തിനാണ്. എല്ലാവരും കൂടി ഇരുന്നിട്ട് ആ ഭിക്ഷയൊക്കെ കഴിച്ച് പതുക്കെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് മടങ്ങുക. അമ്പലത്തിലെ ഭിക്ഷ ആയതുകൊണ്ട് തന്നെ ടേസ്റ്റും മെനുവിനെ കുറിച്ചൊന്നും നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യം. എന്റെയും ഗെയിമുകളുടെയും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് മൂകാംബിക ക്ഷേത്രത്തിൽ. ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നതിന്റെ പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. അതെന്തായാലും ഈ വ്ളോഗിലല്ല, അടുത്ത വ്ളോഗിൽ പറയാം.